ഹലോ, ഹായ്. ട്രാവൽ ആൻഡ് ഫുഡ്സിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാനില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫുള്ള് ഞാൻ അവൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവൾ എന്താ സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ മൗനമായിട്ട് നിൽക്കാം. പറഞ്ഞോടി. മൗനമായിട്ടൊന്നും നിൽക്കണ്ട. ഇന്നത്തെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ ഗ്രീൻസിന്റെ ഒരു എപ്പിസോഡ് ചെയ്തില്ലായിരുന്നോ? അതിൽ കുറെ എനിക്ക് തോന്നുന്ന ഒരു 2.25 ലക്ഷത്തോളം ആൾക്കാർ ഓൾറെഡി അത് കണ്ടു. അതിന് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. അതിന് നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ അതിൽ പല ആൾക്കാരും അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാവുന്ന ഒരു വാട്സപ്പ് വഴിയും മെസ്സേജ് അയച്ചും കമന്റ് അയച്ചും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ മറുപടി പറ്റാവുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ സ്റ്റില് ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു മൈക്രോ ഗ്രീൻസിന്റെ തന്നെ നമ്മൾ മണ്ണും ടിഷ്യൂ പേപ്പറും ഉപയോഗിച്ച് ചെയ്ത രീതി അല്ലാതെ കുറച്ചും കൂടെ ഈസി ആയിട്ട് കുറച്ച്, അതായത് മണ്ണില്ലാത്ത ആൾക്കാരും ടിഷ്യൂ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരും ഒക്കെ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഹൈഡ്രോപോണിക് മെത്തേഡ്. അതായത് വെള്ളം ഉപയോഗിച്ചിട്ട് മൈക്രോ ഗ്രീൻസ് വളർത്തുക. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ്ഫുൾ ആയി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് അതൊന്ന് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇത് തുടങ്ങുന്നതിനും ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ മൈക്രോ ഗ്രീൻസിന്റെ ഒരു എപ്പിസോഡിൽ നമ്മൾ മണ്ണിൽ വളർത്തുന്നതിനെ കുറിച്ച് ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പോയി കാണാൻ ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ എന്നാലും റഫ് ഐഡിയ എല്ലാവർക്കും, ഇനി ഒരു പുതിയ വ്യൂവർ ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഫുൾ ഐഡിയ ഞാൻ തരാം. പക്ഷെ അത് ഒത്തിരി പറയണില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട്. നമ്മൾ ഹൈഡ്രോപോണിക് മെത്തേഡിൽ വെള്ളത്തിൽ ചെയ്താലുള്ള ഒരു റിസൾട്ട് ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മൾക്കൊന്നും കുഞ്ഞു പോലും വേണ്ട. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കുക. ഇത് ഞാൻ ചെയ്യാറില്ലാത്തൊരു മെത്തേഡായിരുന്നു, പക്ഷെ ചെയ്തു നോക്കിയപ്പോൾ ഇഷ്ടമായി, വളരെ ഈസിയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ എടുത്തു. നമുക്ക് കുറച്ച് വെള്ളവും വേണം. ഇങ്ങനെ ഒരു ബൗളിൽ അത് ഇറക്കി വെക്കാൻ കുറച്ച് വെള്ളം വേണം. അത്രയും മതി ഇതിന്. അപ്പം അരിപ്പ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ബോക്സ് എടുത്തിട്ട് ഓട്ടയിട്ട് കൊടുത്താലും മതി. അപ്പം ഞാനിതങ്ങ് എടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വേരും കഴിക്കാം, വേരും ഉപയോഗിക്കാം. ഉണ്ടല്ലേ? ഇങ്ങനെ തന്നെ വലിച്ചെടുത്ത് അത്രയും കൊണ്ട് കണ്ടിക്കാനൊന്നും പോകണ്ട. മണ്ണിൽ വളർത്തുന്നത് പോലെ ഉണ്ടോ? നമുക്ക് വേരും ചേർത്ത് ഉപയോഗിക്കാം. കുറച്ച് മുളയ്ക്കാണ്ട് കിടക്കുന്നുണ്ട്. അത് ഇങ്ങോട്ടിടാം. ഓക്കെ. അപ്പോൾ ഈ പഴയ വെള്ളം ഞാൻ കളയാം, ചെടിക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടില്ലേ, ഇതിൽ എന്ത് തരം പയറുവർഗവും നമുക്ക് മുളപ്പിക്കാം, എന്ത് തരം വിത്തുകളും മുളപ്പിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇന്നതൊന്നുമില്ല, മിക്കവാറും എല്ലാം തന്നെ നമുക്ക് മുളപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 2.5 ദിവസമായത്. അതിന് ഞാൻ പറയാൻ കാരണം പല ആൾക്കാരും എന്നോട് മുളപ്പിക്കണം എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കണം മുളപ്പിക്കണം എല്ലാവർക്കും അറിയാമെന്നുള്ള രീതിയാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അതായത് ഇത് ഞാനിപ്പോൾ ഇന്നിട്ട ഗ്രീൻ പീസാ, കുറച്ച് മുമ്പിട്ട ഗ്രീൻ പീസാ. ഞാൻ അതിൻ്റെ മെത്തി കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഇത് ഞാൻ ഒരു 12 മണിക്കൂർ വയ്ക്കും. ഇപ്പം രാവിലെ വെച്ച രാത്രിയിൽ, അല്ലെങ്കിൽ രാത്രി വെച്ച പിറ്റേ ദിവസം രാവിലെ 12 മണിക്കൂർ ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാത്രിയിലിട്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഈ വെള്ളം ഇങ്ങനെ കളയും. കളഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ചിങ്ങനെ കിടക്കാൻ പാകത്തിന് ഉണ്ടോ? അടിയിൽ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് കിടക്കാൻ പാകത്തിന് ഞാൻ ആ വെള്ളം വെച്ചേക്കും. വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ അടപ്പ് കാണാനില്ലേ? അടപ്പ് കാറ്റത്ത് പറന്നു വീണു. ഓക്കെ, ഇവിടെ ഉണ്ടോ? ആ, അപ്പൊ അടപ്പ് വെച്ചിട്ട് ഞാൻ മൂടി ഇങ്ങനെ ഒരു 1.5 ദിവസം വെക്കും. 1.5 ദിവസം വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഫുള്ള് വെള്ളം മാറ്റണമെങ്കിൽ മാറ്റാം. ഒരു ചെറിയ നനവ് മതി. അപ്പൊ അങ്ങനെ ഒരു 2-2.5 ദിവസം വെച്ച ഗ്രീൻ പീസാണ് ഇങ്ങനെ മുളച്ചിരിക്കുന്നത്. ഇത്രയും മുളപ്പിക്കാതെ വേണമെങ്കിൽ ഒരു 1.5 ദിവസം വെച്ചിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ ഇത് ഉപയോഗിക്കണം, ഇത് പെട്ടെന്ന് വളർന്നു വരാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നാ ചെയ്യണേ, ഈ ഗ്രീൻ പീസ് ഇങ്ങനെ ഇതിലോട്ടിടും.
അപ്പൊ ഇതിന്റെ വേര് താഴത്തേക്ക് ഇറങ്ങും, താഴത്തോട്ട് ഇറങ്ങിക്കോളും. അതിന്റെ വേര് താഴത്തോട്ട് ഇറങ്ങിക്കോളും. അപ്പൊ നമ്മൾ അത് പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതെങ്ങനെയെങ്കിലും ഇറങ്ങിക്കോളും. പിന്നെ കുറച്ച് മുളയ്ക്കാണ്ടൊക്കെ കിടക്കും. പക്ഷെ നമ്മളിത് ഫുള്ള് ഇടരുത് കേട്ടോ. ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ അത് മീൻസ് അതിന്റെ അടിയിലുള്ളതൊന്നും വേറെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അത് വെള്ളത്തിലോട്ട് ടച്ച് ചെയ്ത് കുറച്ച് ഇരിക്കണം. അപ്പൊ ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലോട്ട് ടച്ച് ചെയ്യാൻ പാടായിരിക്കും. ഫുള്ള് മുങ്ങിക്കിടന്നാൽ ചീഞ്ഞും പോവും. അപ്പൊ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഈ അരിപ്പ ഇതാ ഇങ്ങോട്ടങ്ങ് മുക്കി വെക്കണം. മുക്കി വെക്കുമ്പം ഇതിന്റെ അടിയിൽ കണ്ടോ വെള്ളം കണ്ടോ? ചെറുതായിട്ടൊന്നും ഒന്ന് മുങ്ങിക്കിടക്കണം. എല്ലാ സൈഡും ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന്. അപ്പം ഈ ഇങ്ങനെ വെള്ളം ഇത്രയും പാകത്തിന് വെച്ചതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ടവൽ എടുത്തിട്ട് അതൊന്ന് മൂടിയിടുക. അപ്പം ഇത് മൂടിയിട്ടിട്ട് ഒരു 2 ദിവസം നമ്മൾ ഈ ടവൽ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും നല്ല മുളയൊക്കെ പൊട്ടി അതിൻ്റെ ഇലകളൊക്കെ വന്നിട്ടുണ്ടാവും. ഇലകളൊരു മഞ്ഞ കളറിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതങ്ങ് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്താലാണ് അത് പിന്നെയുള്ള വളർച്ച വരുള്ളൂ. 2 ദിവസത്തേക്ക് ഇതിങ്ങനെ മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഒരു എന്താ പറയണേ, കുഞ്ഞുങ്ങളെ കാണണമെങ്കിൽ നോക്കണ പോലെ ഒന്ന് ഇടയ്ക്ക് പോയി നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്ന അവസ്ഥ. ഡ്രൈ ആയിട്ടുള്ള തുണിയാണ് ഡ്രൈ ആയിട്ടുള്ള തുണിയാണ് ഞാൻ ഇട്ടത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെറിയ കോട്ടൺ തുണികളില്ലേ എടുത്തിട്ട് നനച്ചിട്ട് പിഴിഞ്ഞിട്ട് എന്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെയാ ചെയ്തിട്ടും കറക്റ്റായിട്ട് വന്നു. ഞാൻ ഇങ്ങനെയാ ചെയ്തത്. അപ്പം അത് ഒരു രീതി. അതേപോലെ തന്നെ ഇത് കാണുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉലുവയാണ്. ഉലുവ മുളച്ചു വന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇട്ടതായത്. അത് കരിഞ്ഞതല്ല, അത് ഉലുവയുടെ തോടാ. അത് ഉലുവയുടെ തോടിങ്ങനെ പൊളിഞ്ഞ് വന്ന സ്റ്റേജ് ആയിട്ടുള്ളൂ, ഫുള്ളായിട്ടില്ല. അപ്പം ഈ സാധനത്തില് കണ്ടില്ലേ വേര് വന്നേക്കണുണ്ടോ? അപ്പൊ നമ്മൾ ഈ മൈക്രോഗ്രീൻസ് ഇല്ലേ, വെള്ളത്തിൽ വളർത്തിയ മൈക്രോഗ്രീൻസ് ഇല്ലേ, അത് നമ്മൾ വെച്ചേക്കണ വെള്ളം 2 ദിവസത്തിലൊരിക്കൽ കളയണം. ഇല്ലെങ്കിൽ അഴുക്കാവും കേട്ടോ അത്. അപ്പൊ നിങ്ങൾ 2 ദിവസത്തിലൊരിക്കൽ മാറ്റണം ആ വെള്ളം. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടേ നമ്മളിതാ ഇത്തിരി വെള്ളം ഇങ്ങനെ അധികം ഒഴിക്കണ്ട, കുറച്ചിങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്തേക്ക് അതിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ടിഷ്യൂ പേപ്പറിൽ വളർത്തുന്നതിനും നമ്മൾ എല്ലാ ദിവസവും ഒരു നേരം ഇത്തിരി വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ മണ്ണിൽ വളർത്തുന്നത് 2 നേരം നനച്ചു കൊടുക്കണം. ഇങ്ങനെ ഇതണ്ട. ഇനി അടുത്തതാണ് മുട്ട. കണ്ട മുട്ട എന്ന് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഒരു സാധനം വെറുതെ വിടൂല. ഇല്ല, ഞാനിത് ചെയ്തത് കാണിക്കാൻ കാരണം എന്നാന്നറിയോ, ഈ മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞ സംഭവം ഇത്ര വലിയ കാര്യമൊന്നും അല്ല. ഇത് എന്തിൽ വേണമെങ്കിലും വളരും. ഇത് മണ്ണ ഞാൻ ഇട്ടിരിക്കണം. ഇതിലെ ടിഷ്യൂ പേപ്പർ ഒന്ന് തിരികെ വെച്ച് ചെയ്താലും വളരും. അതെ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു മെസ്സേജ് വേറെ യൂട്യൂബിൽ കിട്ടി. എന്താണെന്നറിയോ, എനിക്ക് വാ തുറന്ന് കിടന്നുറങ്ങരുതെന്ന്. രാവിലെ എനിക്കുമ്പോ വായിൽ മൈക്രോഗ്രീൻസും ചെടികളും മുളപ്പിക്കൂന്ന്. അല്ല, നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചെടികൾ വളർത്താനും മൈക്രോഗ്രീൻസ് വളർത്താനൊക്കെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ അത് നന്നായിട്ട് ചെയ്യണ കാര്യങ്ങളാ. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്നൊക്കെ പഠിച്ചെടുത്താട്ടോ ഇത്, അല്ലാണ്ട് എന്റെ സ്വന്തം ഐഡിയ ഒന്നും അല്ല ഇതൊക്കെ. അപ്പൊ നമുക്ക് ഇത് ഞാൻ കാണിക്കാൻ കാരണം മൈക്രോഗ്രീൻസ് നമുക്ക് ഏതിൽ വേണമെങ്കിലും വളർത്താം. അത്രേ ഉള്ളൂ, എളുപ്പമാണ് അത്. മണ്ണ് അതിന്റെ ഉള്ളിലോട്ട് ഇത്തിരി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ മൈക്രോഗ്രീൻസ് ഇട്ട് അതിന്റെ മീതെ കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ, വളരെ ഈസി. ഇത് എവിടെ വേണമെങ്കിലും വളർത്താം. അപ്പം ഇതൊക്കെ എല്ലാവർക്കും ഒന്ന് ഓക്കെ, ഞങ്ങൾക്കും പറ്റും, ഞങ്ങൾക്ക് പറ്റണില്ല എന്ന് പലരും പറയണ്ട്, ചീഞ്ഞു പോയി ഒടിഞ്ഞു പോയി എന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ല. ഇതൊക്കെ ഇല്ലേ, ഞാൻ തുടങ്ങിയ സമയത്ത് എപ്പോഴും ചീഞ്ഞു പോവാറുണ്ട്, ഉണങ്ങി പോവാറുണ്ട്. പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് അത് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എല്ലാം ശരിയായി. ഇതൊക്കെ ഒന്നുമില്ല, ഒരു പിടി പയറിന്റെയോ പരിപ്പിന്റെയോ ചിലവേ ഉള്ളൂ. അത് ഒന്ന് ട്രൈ ചെയ്യും, പോവാണെങ്കിൽ പോകട്ടെ, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ ശരിയാവും. അത്രേ ഉള്ളൂ. അപ്പം ഇത് കണ്ടില്ലേ, ഇതൊരു പ്ലം കേക്കിന്റെ ബോക്സ് ആട്ടോ. അപ്പൊ അതിൽ ഞാൻ ടിഷ്യൂ ഇട്ട് ചെയ്തേക്കണാണ് ഈ കാണുന്നത്. വെറും ടിഷ്യൂ നനച്ചിട്ട്. അപ്പൊ ഞാനത് ടിഷ്യൂ നനച്ചിട്ട് അതെ ഞാനത് പൊക്കി കാണിക്കാം. കണ്ടോ എന്ത് ക്ലീൻ ആയിട്ടിരിക്കണെന്ന് നോക്കിയേ. ടിഷ്യൂ
ടിഷ്യൂ ഇട്ടിട്ട് ചെയ്തേക്കണം. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ടിഷ്യൂ പേപ്പർ കിട്ടാനില്ലാത്ത സമയത്ത് ടിഷ്യൂ ഇവിടെ ടിഷ്യൂ പേപ്പർ കിട്ടാൻ അല്ല, അത് 3-4 ടിഷ്യൂ പേപ്പർ ഞാൻ ടോയ്ലറ്റ് ടിഷ്യൂ അല്ലാട്ടോ ഇത്. ഇവിടെ ടോയ്ലറ്റ് ടിഷ്യൂന് ഇടിയാണ്, അതുകൊണ്ട് പറഞ്ഞു ഇപ്പൊ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹൈഡ്രോപോണിക് മെത്തേഡ് എല്ലാവർക്കും ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ ടിഷ്യൂവിൻ്റെ ഇത് ഒന്ന് കാണിക്കട്ടെ നിങ്ങളെ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അതായത് ഇങ്ങനത്തെ ഒക്കെ ബോക്സ് ഉണ്ടെങ്കിൽ കണ്ടില്ലേ, കുക്കി ബോക്സ് എന്താണെങ്കിലും ഇപ്പോൾ അടുക്കളയിൽ ഉപയോഗിക്കണം, മൂടി വെക്കണം, എന്ത് സാധനമാണെങ്കിലും ഇത് മൂടി വെച്ച് മുളപ്പിച്ചാൽ പെട്ടെന്ന് മുളച്ച് വരുന്നുണ്ട്. അതാട്ടോ ഞാൻ അതായത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇട്ടിട്ട് ടവലിടൂലേ, ഞാൻ ഇതിന്റെ ഇത് മുളപ്പിക്കുന്ന സമയത്ത് ഇതിന് ടവലിടുന്നതിന് പകരം ഇതിങ്ങനെ അതിന്റെ ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ 2 ദിവസം അടച്ചു വെച്ചായിരുന്നു. അപ്പൊ അത് മുളച്ചു വന്നു. അത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിട്ട് ഞാൻ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ ഇതൊക്കെ വളരെ എളുപ്പമുള്ള, അപ്പൊ എല്ലാരും ചെയ്യണം ഇതൊക്കെ. അതിന് വേണ്ടിട്ട് പറയണമെന്നേ ഉള്ളൂ. നിഖില് ടിഷ്യൂ എടുക്കണാകുമ്പോഴത്തേക്കും ചങ്ക് തകരും കേട്ടോ. സോറി, ഇവിടെ പിടിച്ചു, ഈ സൈഡ്. ചങ്ക് ഇവിടെയാ, ഇവിടെ തന്നെ കേട്ടോ. സോറി, അവിടെ തന്നെ ഉണ്ടോ? കൺഫ്യൂഷൻ അവിടെ തന്നെ ഉണ്ടോന്ന് വെച്ചാ ഒരു ചെറിയ നേരത്തെ ടിഷ്യൂ ഇട്ട് 2 എണ്ണം ഇട്ട് ഒരു 3 എണ്ണം. അയ്യോ, വേണായിപ്പോയി. 3 എണ്ണം എല്ലാം എല്ലാ ഭാഗവും കവർ ചെയ്യണ പോലെ ഒരു 3 എണ്ണം ഇട്ട്, അത്ര തന്നെ ആവശ്യമുള്ളൂ. 3 എണ്ണം. ഇത് ചെറിയ നമ്മുടെ കൈ തുടയ്ക്കുന്ന ടവൽ. അത് വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് ഓർമ്മയോടെ ഇടാം. എന്നിട്ട് ഇതാ ഈ ബാക്കി വന്നേക്കണ ഗ്രീൻ പീസ് ഇല്ലേ, അപ്പോൾ ഇത് ഞാൻ ഇത്തിരി കട്ടിക്ക് ഇട്ട് കൊടുക്കണം. എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യണ പോലെ കട്ടിക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് 5-6 ഇട്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, രസമില്ല പറഞ്ഞു. അങ്ങനെ ചെയ്താലാണ് ഇതുപോലെ കണ്ടില്ലേ കട്ടിയായിട്ട് വരാനുണ്ട്. അതുപോലെ തന്നെ കട്ടിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കണം. അത് ഞാൻ എന്നിട്ട് ഇതേ ഇങ്ങനെ അടച്ച് ഒരു 2 ദിവസം വെക്കും. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും മുള വന്ന് ഇല വന്നിട്ടുണ്ടാവും. ഇല വന്നു കഴിയുമ്പോൾ നമ്മളിതങ്ങ് മാറ്റണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ ഞാൻ ഈ 3 മെത്തേഡ്, മണ്ണ്, ടിഷ്യൂ പേപ്പർ, വാട്ടർ, ഇതിൽ ഞാൻ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തേക്കണത് മണ്ണിൽ വളരുന്നത് നല്ല കരുത്തോടുകൂടി വളരും. ഇലയൊക്കെ നല്ല കരുത്ത് പച്ച കളറിൽ വരും. അതേപോലെ തന്നെ വെള്ളത്തിൽ വളർത്തുന്നതും നല്ല കരുത്തോടുകൂടി വരുന്നുണ്ട്. അതും പക്ഷെ മണ്ണിലാണ് കുറച്ച് മുമ്പിൽ നിൽക്കണമെങ്കിൽ കൂടി നമുക്കത് അങ്ങനെ അങ്ങ് കമ്പയർ ചെയ്യാനും പറ്റില്ല. വെള്ളത്തിൽ നിൽക്കുന്നതും നല്ല കരുത്തോടുകൂടി വരുന്നുണ്ട്. പക്ഷേ ടിഷ്യൂ പേപ്പറിൽ വളർത്തുന്ന സംഭവം ഇത്തിരി കട്ടി കുറവാണ്. കണ്ടില്ല, ഇത്തിരി കട്ടി കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മൈക്രോ ഗ്രീൻസിന്റെ ഇന്നത്തെ വിശേഷങ്ങള് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇവിടുത്തെ ഓസ്ട്രേലിയയിൽ ഇപ്പോഴത്തെ വിശേഷം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തണുപ്പ് കാലം തുടങ്ങി. തണുപ്പൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ അടുത്ത ആഴ്ച തൊട്ട് ചിലപ്പോൾ ഞങ്ങളെ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ജോലിക്ക് പോയിട്ട് മഞ്ഞ് ഇങ്ങനെ വീണ് തുടങ്ങിയായിരുന്നു. കൊറേ നേരം ചില്ലു ഈ മുട്ട എല്ലാരും ഒന്ന് കാണിച്ച ചില്ലു. ഇഷ്ടായോന്ന് ചോദിച്ചേ, ഇഷ്ടായോന്ന് ചോദിച്ചേ. വേറെ ഒരെണ്ണോടെ വേണോ? ഓക്കെ, ഇഷ്ടായോന്ന് ചോദിച്ചേ. അയ്യോ, അപ്പം നിങ്ങൾക്ക് ഇതിലുള്ള സംശയങ്ങള് ഈ കമന്റ് ആയിട്ട് എഴുതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ്റാവുന്ന രീതിയിൽ ഞാൻ അതിനൊക്കെ മറുപടി തരാം. ഞാൻ നോക്കുന്നുണ്ട് ചെറിയൊരു എപ്പിസോഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എപ്പിസോഡ് ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ പലർക്കും ചെറിയ ചെറിയ സംശയങ്ങൾ വരെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലൊന്നും വലിയ എക്സ്പെർട്ട് ഒന്നുമില്ല, ചെയ്തു നോക്കി പിന്നെ ഒന്ന് പരാജയപ്പെട്ട് പിന്നെയും ചെയ്തു നോക്കി അങ്ങനെയൊക്കെ വന്ന ഒരാളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഓക്കെ അങ്ങനെ അത് പിന്നെ പരീക്ഷിച്ച് നോക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയണത്. അതെ, അപ്പൊ അത് നമുക്ക് അറിയണ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അത് നമുക്ക് കമന്റ് ബോക്സിൽ ഇടുക, നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ അതൊരു ചെറിയൊരു എപ്പിസോഡായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പോലെ പറഞ്ഞുതരാം. അത് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോ ഇന്നത്തെ മൈക്രോ ഗ്രീൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോകളും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോ ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരുടെ അടുത്ത് എത്തണം. അപ്പൊ അത് നിങ്ങൾ ദയവേത് ഷെയർ ചെയ്യുക. അപ്പൊ ഒത്തിരി നന്ദിയുണ്ട് എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഓക്കെ അപ്പോ താങ്ക് യു വെരി മച്ച് ആൻഡ് ബൈ ഫ്രം ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറി.
തണുക്കണം.